ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വളരെ യാദൃശ്യമായിട്ട് ഇന്ന് ബഹുമാനപ്പെട്ട AC പൗലോസ് അച്ഛനെ കാണുവാനായിട്ട് ഇടയായി. ഞങ്ങൾ ഒരുമിച്ച് ബിലിവേഴ്സ് ചർച്ചില് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ പാസ്റ്ററും AC പൗലോസ് സാറ് അച്ഛനുമാണ്. എന്നാൽ ഇന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അച്ഛനല്ല, അദ്ദേഹം കുപ്പായമൊക്കെ ഊരി അദ്ദേഹം ഇപ്പോൾ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തി. ഏതാണ്ട് ചില ദീർഘവർഷങ്ങൾ ബിലിവേഴ്സ് ചർച്ചിലെ ഒരു വൈദികനായിട്ട് സേവനമനുഷ്ഠിച്ച ഒരു ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസനാണ്. ഞാൻ വിചാരിച്ചു AC പൗലോസ് അച്ഛനെ കാണുമ്പോൾ അച്ഛൻ കുപ്പായമൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന ആളായിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു എനിക്ക്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആണ് ഇന്ന് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ അച്ഛന്റെ അനുഭവ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. അച്ഛാ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. അച്ഛൻ ബിലിവേഴ്സ് ചർച്ച് വിടാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. ഞാന് 93 മുതൽ 96 വരെ ബിലിവേഴ്സ് ചർച്ചിന്റെ ഗോസ്പൽ വർഷിപ്പ് ബിബ്ലിക്കൽ സെമിനാരി GFBS എന്നുള്ളതാകുന്ന സെമിനാരിലാണ് എൻ്റെ പ്രാഥമിക വൈദിക വിദ്യാഭ്യാസം ചെയ്തത്. 96 മുതൽ ഞാൻ ബിലിവേഴ്സ് ചർച്ചിൽ ഒരു വർക്കറായിട്ട് ജോയിൻ ചെയ്തു. 2016 മാർച്ച് മാസം വരെ ഞാൻ ആ ചർച്ചിൽ ഉണ്ടായിരുന്നു. 2008 ഞാൻ ചർച്ചിന്റെ ഓർഡിനേഷൻ സ്വീകരിച്ച് ഒരു വൈദികനായിട്ട്, ഒരു പട്ടക്കാരനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടിടയായി. ഈ 2002 ബിഷപ്പ് ആയത് മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഏകദേശം ഒരു എപ്പിസ്കോപ്പൽ പെന്തക്കോസ്റ്റലിസം ആ ഒരു റേഷ്യയിലാണ് സഭ പോയിക്കൊണ്ടിരുന്നത്. ലിറ്റർജി ഉണ്ടായിരുന്നുവെങ്കിലും ലിറ്റർജിക്ക് പ്രധാനപ്പെട്ടതാകുന്ന ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ 2016 ആകുമ്പോഴത്തേക്കും ബിലിവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജിൽ യേശുക്രിസ്തുവിന്റെ വെങ്കല പ്രതിമ സ്ഥാപിക്കുകയും അന്നത്തെ ബിലിവേഴ്സ് ചർച്ചിന്റെ മെത്രോപൊലിത്തയായിരുന്ന ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ, പിന്നത്തേതില് യോഹന്മാർ അത്താനാസിയോസ് പ്രഥമൻ ആയിത്തീർന്ന ബിഷപ്പ് കുംഭസാരത്തെ അനുകൂലിച്ച് പ്രസംഗിക്കുകയും ശിശുസ്നാനം നടത്തുവാനുള്ളതാകുന്ന ആഹ്വാനം നൽകുകയും അതോടൊപ്പം തന്നെ ഞാന് ബിലിവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ ഹീലിംഗ് ജീസസ്, പല സിനിമകളിലും അത് വന്നിട്ടുണ്ട്, ആ ജീസസിന്റെ പ്രതിമയ്ക്ക് മുൻപിൽ ആളുകൾ മുട്ടുകുത്തുന്ന പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ഞാന് നാളുവരെയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാകുന്ന വിശ്വാസ പ്രമാണത്തിനും ദൈവിക കൽപ്പനകൾക്കും വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് അർപ്പിക്കേണ്ടതാകുന്ന ആരാധന പ്രതിമയ്ക്ക് മുൻപിൽ ചെയ്തപ്പോൾ ദീർഘവർഷങ്ങൾ റേഡിയോയിലൂടെയും TV-യിലൂടെയും പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ആളുകൾ മാനസാന്തരപ്പെടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തതായ ഒരു പ്രസ്ഥാനത്തിന്റെ പോക്കിൽ വളരെ വേദന തോന്നിയിട്ട് എനിക്ക് യോജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ബിലിവേഴ്സ് ചർച്ച് വിട്ട് പോരുവാനായിട്ട് ഇടയായി. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഗ്രഹത്തെ ആരാധിക്കരുത്, നമസ്കരിക്കരുത് എന്ന് ഈ അടിമാലി ടൗണിൽ, അതായത് ഇവിടെ അടിമാലി ടൗണിൽ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളുണ്ട്. ആ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് പ്രസംഗിച്ച ആളാണ് ഈ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ. വിഗ്രഹാരാധന ഉണ്ടാകാൻ പാടില്ല, തെറ്റാണ്. യേശു കട്ടിലാണ് കിടന്ന് മരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ കട്ടില് കെട്ടി കഴുത്തെ തൂക്കുമായിരുന്നോ എന്ന് ചോദിച്ച ആളാണ് അദ്ദേഹം. ആ വ്യക്തി ആണ് ഒരു വിഗ്രഹം ഉണ്ടാകാൻ കൽപ്പിക്കുകയും അതിനെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കുകയും അതിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് നമസ്കരിക്കാനും പ്രാർത്ഥിക്കുവാനും ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും പാസ്റ്ററെ ഈ KP യോഹന്നാൻ ബിഷപ്പ് ഇങ്ങനെ ഈ ഒരു വിഗ്രഹാരാധിയായി തീരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? കാരണം അദ്ദേഹം ഒരു മിസ്രൈം അടിമത്തത്തിലേക്ക് പോയി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഒരു കാലത്ത് ഇതെല്ലാം എതിർത്ത് പറഞ്ഞ വ്യക്തി അതിനെല്ലാം തിരിച്ച് എടുക്കാനായിട്ടാണ് ഇടയായത്.
അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു പിന്നിലുള്ള കാരണം എന്തായിരിക്കും? അതിന്റെ യഥാർത്ഥമായ കാരണം എന്താകുന്നുവെന്ന് വ്യക്തമല്ല എങ്കിലും CSIയുടെ മോഡറേറ്ററിനാല് എപ്പിസ്കോപ്പൽ സിസ്റ്റത്തിലേക്ക് ചർച്ച വന്ന് അതില് ഗിർഡിനും കയ്യില് ചെറിയ വളഞ്ഞ വടിയുമായിട്ട് തുടക്കം ചെയ്തു വന്ന KP യോഹന്നാൻ ബിഷപ്പ് RCയുടേതാകുന്ന ആർച്ച് ബിഷപ്പിനെ കണ്ടപ്പോൾ അരയ്ക്ക് ഈ ഗിർഡിൽ വള്ളി കെട്ടിക്കിടങ്ങുന്നത് നല്ലതല്ല, അതുകൊണ്ട് അത് തുണിപ്പട്ടയാക്കാമെന്ന് പറഞ്ഞ് തുണിപ്പട്ടയാക്കാൻ അവരുടെ നിർദ്ദേശപ്രകാരം തുണിപ്പട്ടയാക്കുകയും പിന്നത്തേതില് അടുത്ത ചർച്ചിന്റെ ഓർത്തഡോക്സ് യാക്കോബായ ചർച്ചുമായിട്ടുള്ള വന്ന ബന്ധത്തിൽ വന്നപ്പോൾ തുണിപ്പട്ട വീണ്ടും മാറ്റിക്കൊണ്ട് കറുത്ത കുപ്പായത്തിലേക്കും തൊപ്പിയിലേക്കും അങ്ങനെ ഓരോരുത്തരുതാകുന്ന സ്വാധീനത്തിലേക്ക് മാറിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണമെന്നും എവിടെ തുടങ്ങിയെന്നും എന്നുള്ളതാകുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും അദ്ദേഹം എഴുതി തന്നതാകുന്ന ബിലീവേഴ്സസിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ, അടിസ്ഥാന വിശ്വാസങ്ങൾ എന്നുള്ളതാകുന്ന പുസ്തകങ്ങളെല്ലാം എഴുതി തന്നതാകുന്ന ഇത് രേഖയായിരിക്കും, ഇതായിരിക്കും നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് തന്നതാകുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെയും വ്യതിചലിച്ച് ഓരോരുത്തരെ കണ്ടപ്പോൾ അവരുതാകുന്ന സ്വാധീനത്തില് മാറിപ്പോകുവാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. മെത്രാപ്പൊലീത്ത പറയുന്നതാകുന്ന തീരുമാനങ്ങളോട് തിരിച്ച് പ്രതികരിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ആർക്കും കഴിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ളതാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനേക്കാൾ അറിവും പരിചയവും ഉള്ളതാകുന്ന ആളുകളതാകുന്ന സ്വാധീനത്താലാകാം ഇപ്രകാരമുള്ളതാകുന്ന കാര്യങ്ങൾ വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഞങ്ങളെ എല്ലാവരെയും ഒരു ലോഹ ഇടിപ്പിച്ചു ആദ്യം. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഒരു നീളത്തിലുള്ള ഒരു ജുബ തന്നു. ആ ജുബ മുട്ടിന് താഴെ വരെ ഇറക്കമുള്ളതായിരിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്തിനേറെപ്പുറം 160 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് തുല്യമായിട്ടുള്ള ഒരു ലോഹ, അച്ഛന്മാർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ലോഹ, അതിപ്പോ ജുബയാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇറക്കമുള്ള ജുബ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ പൊക്കം കുറഞ്ഞ ആളുകളൊക്കെ ഈ ജുബ മേടിച്ചു കഴിയുമ്പോൾ നിലം വരെ മുട്ടി നിൽക്കുന്ന ഒരു ജുബ. അപ്പൊ ഞങ്ങൾക്കെല്ലാം അന്നൊരു പേര് വീണായിരുന്നു. ഇവൻ അച്ഛനുമല്ല പാസ്റ്ററുമല്ല, അച്ഛൻ പാസ്റ്റർ എന്നുള്ളൊരു പേര് വീണു. പാസ്റ്റർ ഓർക്കുന്നുണ്ടോ? അച്ഛൻ പാസ്റ്റർ എന്നാ ഞങ്ങളെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അച്ഛനുമല്ല പാസ്റ്ററുമല്ല. അപ്പോൾ കുപ്പായ ഇട്ടിട്ടുണ്ട്, ഇതിട്ടുണ്ട് ആരാ നടത്താവുള്ളൂ, അല്ലെങ്കിൽ തിരുവത്താഴം കൊടുക്കാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വീണ ഒരു പേരാണ് അച്ഛൻ പാസ്റ്റർ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തില് ഉള്ള ഒരുപാട് പേര് അതിന്ന് പിരിഞ്ഞു പോയി. പാസ്റ്റർമാരെ ചിലര് മേസ്തിരി പണിക്ക് പോയവരുണ്ട്, ചിലര് തടി വെട്ടാൻ പോയവരുണ്ട്, ചിലര് കടയിൽ ജോലിക്ക് പോയവരുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള സഭകളെല്ലാം ഏകദേശം നിന്നുപോയി. അപ്പൊ ഞാൻ അറിയാനായിട്ട് ഇടയായി തീർന്നത് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള സഭകളെല്ലാം സ്ഥലങ്ങളെല്ലാം വിറ്റുപോയി. കാരണം കേരളത്തിൽ അവർക്ക് വലിയ സ്വാധീനമൊന്നുമില്ല, അത്ര ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഈ ആരംഭകാലത്ത് പാസ്റ്റർ 1996 ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യുന്നത് പാസ്റ്ററായിട്ട്. അപ്പൊ അന്ന് മുതലുള്ള ഒരു ആത്മീക തീഷ്ണത എന്തായിരുന്നു ഈ ബിലീവേഴ്സ് ചർച്ചിൽ? 96 മുതൽ ഞാൻ അതിനകത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു മിഷൻ ലീഡറായിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ഞാൻ ആദ്യം എന്റെ സുവിശേഷ പ്രവർത്തനം തുടങ്ങുന്നത് ഇടുക്കിയിലെ കമ്പംമെട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബൈബിൾ കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ 5 പേരെ വിട്ട് ഞാൻ ടീമിന്റെ ലീഡറായിട്ട് 6 മാസത്തോടെ പ്രവർത്തിച്ചു. പിന്നെ അതിൽ ഇടുക്കിയിൽ വന്ന് ഇടുക്കി ഡാമിന്റെ താഴെ വന്ന് പ്രവർത്തിച്ച് അവിടെ ചർച്ച് സ്ഥാപിച്ചു. അങ്ങനെ ഇടുക്കിയിലെ ആദ്യത്തെ തീഷ്ണത എന്ന് പറയുമ്പോൾ KP യോഹന്നാൻ ബിഷപ്പിൻ്റെതാകുന്ന സന്ദേശങ്ങൾ എല്ലാം, അദ്ദേഹം മിഷൻ ഓറിയന്റഡ് ആണ്. എങ്ങനെയും ആളുകളെ നേടുക, ആത്മാക്കളെ നേടുക, സഭകൾ സ്ഥാപിക്കുക, കർത്താവിന്റെ സ്നേഹം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാകുന്ന ആ ഒരു ആത്മീക തീഷ്ണത, മിഷൻ ഓറിയന്റേഷൻ അതായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇടുക്കിയിലേതാകുന്ന പ്രാന്തപ്രദേശങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഡോർ ടു ഡോർ ഒരു വീട് പോലും വിട്ടുപോകാതെ ഉടുമ്പൻചോല താലൂക്കില് എവരെയും ക്രൂസറുകാർ വർക്ക് ചെയ്യുന്ന പോലെ ശരിക്കും എന്ത് ചെയ്തു, എല്ലാ വീടുകളും കയറി പ്രവർത്തിച്ചു, സുവിശേഷ പ്രതികൾ കൊടുത്തു, ട്രാക്റ്റുകൾ കൊടുത്തു, അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ 98 നെടുങ്കണ്ടത്തിൽ താമസിക്കുന്ന സമയത്താണ് ആത്മീയാത്ര 98 എന്ന് പറഞ്ഞ് നെടുങ്കണ്ടത്ത് പഞ്ചായത്ത് സ്കൂൾ ഗ്രൗണ്ടില് KP യോഹന്നാൻ വന്ന്, അന്ന് ബിഷപ്പല്ല, KP യോഹന്നാൻ വന്ന് വളരെ വലുതാകുന്ന ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. 13,000-13,000-ഓളം ആളുകൾ ആ മീറ്റിംഗിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് അവിടെ നടന്നു. ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടുവാനും രോഗസൗഖ്യം പ്രാപിക്കുവാനും ഇടയായി തീർന്നു. അങ്ങനെ ബിലീവേഴ്സ് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ശരിക്കും ഇടുക്കിയില് ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായി, ധാരാളം സുവിശേഷകന്മാരുണ്ടായി, സഭകളുണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ എന്താണ് ഇപ്പൊ ഈ ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് നമുക്ക്
വചന വൈരുദ്ധ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ജസ്റ്റ് ഒന്ന് പറയുവാണെങ്കിൽ, ആദ്യം പറഞ്ഞ ആ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് ബൈബിളിൽ നിന്ന് വ്യതിചലിച്ചു. അതാണ് എന്റെ ഒരു തോന്നൽ. അതെന്താണ് പാസ്റ്റർക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്? എപ്പിസ്കോപ്പൽ സിസ്റ്റം വന്നപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായി തീരുക എന്നുള്ളതാകുന്ന അതായിരുന്നു ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. വ്യക്തികൾ അവർക്ക് ഒരിക്കലും പ്രശ്നമായിരുന്നില്ല. സിസ്റ്റം എന്ത് ചെയ്യാം, ഫോളോ ചെയ്തു. പൈസ ഇഷ്ടം പോലെ ഉണ്ട്, സാമ്പത്തികം ഉണ്ടായിരുന്നു, പണം ഉണ്ടായിരുന്നു, എന്നാൽ സിസ്റ്റമായിരുന്നു പ്രധാനം, വ്യക്തികളായിരുന്നില്ല. അപ്പോൾ പെന്തക്കോസ്റ്റൽ കാഴ്ചപ്പാടിൽ തുടങ്ങിയതാകുന്ന പ്രവർത്തനം അങ്ങനെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗത്തു നിന്നും എപ്പിസ്കോപ്പൽ സിസ്റ്റത്തിലേക്ക് മാറി വന്നപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു വരികയും അതിനോടനുബന്ധിച്ച് ആരാധന രീതികൾക്ക് മാറ്റമുണ്ടാകുകയും കയ്യടിയും ഹല്ലലിയ സ്തോത്രമൊക്കെ അത് പെന്തക്കോസ്തുകാരുടെയും സീസക്കാരുടെയാണെന്ന് പറയുകയും അതിൻ്റെതാകുന്ന ആവശ്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തോ ആത്മീയമായ ഒരു ആരാധന രീതികളിൽ നിന്ന് മാറിപ്പോവുകയും ലിറ്റർജി ഉണ്ടായപ്പോൾ MA കാരനെയും 10ാം ക്ലാസ്സുകാരനെയും ഒരുപോലെ നടത്തുന്നതാണ് ലിറ്റർജി. യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. വചനം പ്രസംഗിക്കുന്ന ലിമിറ്റഡ് ടൈമിലേക്ക് എന്ത് ചെയ്തു, വചനം പ്രസംഗിച്ചു. അപ്പൊ ദൈവവചനത്തിനുള്ളതാകുന്ന സ്ഥാനം മാറിപ്പോയിട്ട് ഇതര എപ്പിസ്കോപ്പൽ ചർച്ചകളെ ട്രഡീഷണലുകൾക്ക് സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ അപ്പസ്തോലിക പാരമ്പര്യത്തിൽപ്പെട്ടതാകുന്ന ചർച്ചയാണ്. അങ്ങനെ ഒരു പാരമ്പര്യ അധിഷ്ഠിതമാകുന്ന കാഴ്ചപ്പാടുകളിലേക്ക് സഭ മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു. അത് ഗ്രാജുവലി എന്ത് ചെയ്തു, ചർച്ചിൻ്റെതാകുന്ന ആ ഒരു ആത്മീയ വീക്ഷണത്തിൽ നിന്ന് അത് വ്യതിചലിച്ചു പോകുവാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ബിലീവേഴ്സ് ചർച്ച് ആരംഭകാലത്തിൽ ഒരു പെന്തക്കോസ്റ്റൽ സഭയായിട്ടാണ് ആരംഭിച്ചത്. പെന്തക്കോസ്റ്റൽ ആരാധന രീതി ഒക്കെ അങ്ങനെയാണ്. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, കയ്യടിയുണ്ട്, ഹല്ലേലൂയ സ്തോത്രമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഒക്കെ ഉണ്ട്. ആ ഒരു നിലവാരത്തിൽ ബിലീവേഴ്സ് ചർച്ച് നിന്നിരുന്നെങ്കിൽ പേരിന് ഇപ്പൊ ഒരു ബിഷപ്പായി, അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ ഇതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, വിഗ്രഹാരാധന, ബിംബപ്രതിഷ്ഠ, അതുപോലെ മറിയോടുള്ള മാധ്യസ്ഥം, കുരിശനെ വണങ്ങൽ, ഇതൊക്കെ കൈമുത്ത്, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു അവസ്ഥ ഇന്ത്യയിലും ഏഷ്യയിലും എന്താകുമായിരുന്നു? മറ്റുള്ള പെന്തക്കോസ്റ്റൽ AG അതുപോലെ IPC ചർച്ചുകളെ കടത്തിവെട്ടിക്കൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഇത് വളരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? എന്താ പാസ്റ്ററുടെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ബിലീവേഴ്സത്തിന് ഏഷ്യയിലെ 15 രാജ്യങ്ങളില് പ്രവർത്തനം, മലേഷ്യ, തായ്ലൻഡ്, ശ്രീലങ്ക, ഇന്ത്യ, നേപ്പാള്, ഭൂട്ടാന്, ബർമ, അങ്ങനെ സഭകളുണ്ടായിരുന്നു. ഏഷ്യയിലെ 10-15ഓളം രാജ്യങ്ങളില് ബിലീവേഴ്സത്തിന് പ്രവർത്തനം ഉണ്ടായിരുന്നു. ശക്തമാകുന്ന നേതൃത്വം ഉണ്ടായിരുന്നു. നേപ്പാളില്, അതുപോലെ തന്നെ ഭൂട്ടാനില്, ബർമയില്, ശ്രീലങ്കയില്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബിലീവേഴ്സ് ചർച്ചകൾ ഉണ്ടായിരുന്നു. വർക്കേഴ്സ്, പ്രവർത്തകരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഈ ഒരു സിസ്റ്റത്തിൽ ആദ്യം എപ്പിസ്കോപ്പലിന്റെ ആ ഒരു ഭാഗം വന്നിരുന്നുവെങ്കിലും ഇത് ദേവദാസൻ ഇപ്പൊ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഏഷ്യയിൽ മാത്രമല്ല ലോകത്തിൽ അറിയപ്പെടുന്ന വൺ ഓഫ് ദ ഔട്ട്സ്റ്റാൻഡിങ് ചർച്ചായിട്ട് ബിലീവേഴ്സ് ചർച്ച് മാറിയാനെ. അത്രയ്ക്കും ശക്തമായ നേതൃത്വവും ആളുകളും ബിലീവേഴ്സ് ചർച്ചിലുണ്ടായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടി ബിലീവേഴ്സ് ചർച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ തുടക്കത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും ലീഡേഴ്സും ടീച്ചേഴ്സും പ്രവർത്തകരും എല്ലാവരും പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ മാത്രമായിരുന്നു. അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തതാകുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിപ്പോയി. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ മറ്റുള്ളതെന്ന സ്വാധീനം കൊണ്ടോ അദ്ദേഹത്തിന്റെ പഠനം കൊണ്ടോ ഈ ചർച്ച് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളതാകുന്ന ബദ്ധപ്പാടുകളെ എടുത്തതാകുന്ന തീരുമാനങ്ങളായിരിക്കാം അതിനകത്ത്. അല്ലാതെ മാനുഷിക ബുദ്ധിക്ക് അധികം പ്രാധാന്യം കൊടുത്തു. ഇത്രയും സ്വത്തും സൗകര്യങ്ങളെല്ലാം ഉണ്ട്, നാളെ ഇത് അന്യാധീനപ്പെട്ടു പോകുമോ? ദൈവത്തെക്കാൾ കൂടുതൽ ഗവൺമെന്റിനെ ഭയപ്പെട്ടു. അതല്ലേ സംഭവിച്ചത്? ഗവൺമെന്റിന്റെ പോളിസികൾക്കനുസരിച്ച് ചെയ്യണമല്ലോ, അതങ്ങനെ ചെയ്ത് കാണാം. എന്നാൽ സർക്കാരിനെ കബളിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുകയും കാര്യങ്ങളും ചർച്ചകൾ വാങ്ങിയതിന്റെ മൊത്തം തുകയും അത് കാണിക്കുകയും അങ്ങനെ ഒരു കാര്യത്തിലും ഗവൺമെന്റിനെ കബളിപ്പിക്കാതെ പോയതാകുന്ന ഒരു ചർച്ചയായിരുന്നു ബിലീവേഴ്സ് ചർച്ച്. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഗവൺമെന്റിനെ ടാക്സ് പരമായ കാര്യത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കബളിപ്പിക്കാതെ കൃത്യമായിട്ടും പോയതാകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ബിലീവേഴ്സ് ചർച്ച്. എന്നാല് പിന്നത്തേതില് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അത് ആളുകൾ തന്ന സ്വാധീനം കൊണ്ടാണോ അദ്ദേഹത്തിന്റെ പഠനം കൊണ്ടാണോ എന്തുകൊണ്ടാണെങ്കിലും ആദ്യം വന്നതാകുന്ന കാഴ്ചപ്പാടിൽ നിന്ന് 100% വ്യതിചലിച്ചു പോകുവാനായിട്ട് ഇടയായി. സംഭവിച്ചതെന്ന് വെച്ചാൽ ബിലീവേഴ്സ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ശമ്പളം തരികയാണ്.
കൃത്യമായിട്ട് പള്ളി പണിയാനുള്ള വ്യവസ്ഥ കൊണ്ട് എല്ലാം നല്ലതായിരുന്നു. ഒരു കാര്യത്തിനും കുറ്റം പറയാൻ പറ്റില്ല. കൺവെൻഷനിൽ നിന്ന് നല്ല ഭക്ഷണം, നല്ല താമസവും, എല്ലാം 100% പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ എവിടെയോ ഒരു പാകപ്പിഴ സംഭവിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് വന്ന ആളുകളെയെല്ലാം അദ്ദേഹം പിന്നീട് ഈ പാരമ്പര്യത്തിലേക്ക് പോകാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. കത്തോലിക്ക സഭയിൽ നിന്ന്, ഓർത്തഡോക്സ് സഭയിൽ നിന്ന്, മാർത്തോമാ സഭയിൽ നിന്നൊക്കെ അതൊക്കെ വിട്ട്, CSI ഒക്കെ വിട്ട് ഈ വിലുവേസ്തരത്തിൽ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതൊരു ഓർത്തഡോക്സ് സഭയുടെ ഒരു ഇതിലേക്ക് പോയപ്പോ പിന്നെ ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ നിന്നല്ലേ ഇങ്ങോട്ട് വന്നത്, കത്തോലിക്ക സഭയിൽ നിന്നല്ലേ വന്നത്, മാർത്തോമാ സഭയിൽ നിന്നല്ലേ, ഇനി എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇത് ഒരു വലിയ ചതി പോലെ ആയിപ്പോയി. ധാരാളം ആളുകൾ തിരിച്ച് മടങ്ങിപ്പോയി. ആളുകൾ എങ്ങോട്ട് പോകും? 50-60 വയസ്സുള്ള പാസ്റ്റർമാർ എവിടെ പോകും? ഇരുവർഷത്തിൽ നിന്ന് പിരിഞ്ഞു പോയ പാസ്റ്റർമാരെ, 50 വയസ്സിന് ശേഷം അല്ലെ 55 ശേഷമുള്ള പാസ്റ്റർമാരെ ഇതര സഭകള് എടുക്കാതെ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആളുകൾ. ചിലര് മേശിരിപ്പണി ചെയ്യുന്നുണ്ട്, ചിലര് റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്, ചിലര് പല രീതിയിലുള്ള പണികൾ ചെയ്യുന്നുണ്ട്. കാരണം 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള സഭക്കാരും എടുക്കുകയില്ല. അങ്ങനെ ഒരു ഗതി പരഗതിയുമില്ലാതെ കുറെ പാസ്റ്റർമാര് കേരളത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു സാഹചര്യം ഈ ബിലീവേഴ്സ് ചർച്ച് കാരണം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പാസ്റ്റർ ജനിച്ചു വളർന്നതൊക്കെ എവിടെയാണ്? ഞാൻ ജനിച്ചു വളർന്നത് ഇടുക്കി ജില്ലയിൽ ഉപ്പുതോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബാല്യകാലം ഒക്കെ എവിടെയാ? പഠനവും കാര്യങ്ങളൊക്കെ? ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ ഇടുക്കി ഉപ്പുതോട്ടിലെ 2 സ്കൂളിലാണ് പഠിച്ചത്. 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പാല സെന്റ് തോമസ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ PDCക്ക് മുരിക്കാശ്ശേരി പാനാത്മ കോളേജിൽ പഠിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് പാസ്റ്ററെ? വീട്ടില് എനിക്കിപ്പോൾ നിലവില് എൻ്റെ പിതാവ് മരിച്ചുപോയി. 1996 പിതാവ് മരണപ്പെട്ടു പോയി. എനിക്ക് അമ്മയുണ്ട്, 3 സഹോദരിമാരുണ്ട്, എനിക്ക് ഭാര്യയും 3 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. പാസ്റ്ററൊക്കെ ജനിച്ചു വളർന്നത് ഏത് സഭാ പശ്ചാത്തലത്തിലാണ്? ഞാൻ ജനിച്ച് വളർന്നത് റോമൻ കാത്തലിക് വിഭാഗത്തിലായിരുന്നു. പിന്നീട് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം? പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവിനെ 1987 പെട്ടെന്ന് ഒരു കല്ലെടുത്ത്, അന്ന് മുറുക്കുന്ന പിതാവായിരുന്നു, അപ്പോൾ ഒരു കല്ലെടുത്ത് അടയ്ക്കാമരത്തിന്റെ എറിഞ്ഞപ്പോൾ വലത്തേ തളർന്നു പോയിട്ട്, അത് മാത്രം ഒരു കാരണം, റീസൺ അത് മാത്രമേ ഉള്ളൂ. ഈ കൈ തളർന്ന് കിടന്നു. ആ കൈ തളർന്ന് കിടന്നിട്ട് അതിന് കൈ പിന്നെ വലത്തേ പൊങ്ങാതെ വേദനയായിട്ട് നിരവധി ഹോസ്പിറ്റലിൽ പോയി. ഇവൻ ഇടുക്കി അന്നത്തെ പൈനാവ് ഹോസ്പിറ്റല്, തൊടുപുഴ കാരിക്കോട് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ചു. പൊൻകുന്നത്ത് ഡോക്ടർ ജോൺ മത്തായി ഡോക്ടറെ അടുത്ത് പോയി സ്ഥിരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സിച്ചു. അങ്ങനെ സൗഖ്യമുണ്ടായില്ല. അങ്ങനെ സൗഖ്യമുണ്ടാകാതിരുന്നപ്പോൾ അന്ന് ഞങ്ങൾ കത്തോലിക്ക പള്ളിയിൽ, ഞാൻ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് കൂടെയൊക്കെ ചെയ്യും. ഞാൻ 6ാം ക്ലാസ് മുതൽ കുർബാനയ്ക്ക് കൂടുന്നത്, ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് 6ാം ക്ലാസ് മുതൽ. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ പള്ളിയിലെ കുർബാനയും തിരുക്കർമ്മങ്ങളെ സംബന്ധിക്കുകയും അത് കൂടുകയും എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴങ്ങനെ ആ പാരമ്പര്യം അതങ്ങ് തുടർന്ന് വന്നിരുന്നു. എന്നാൽ ഈ പിതാവിന് അസുഖമുണ്ടായപ്പോൾ അത് ഹോസ്പിറ്റലിൽ ആയുർവേദവും അലോപ്പതിയും ഒക്കെ ചികിത്സിച്ചു. സുഖം പ്രാപിച്ചില്ല. സുഖം പ്രാപിക്കാതെ അങ്ങനെ ഇരുന്നത് 1-2 വർഷങ്ങളായി. വർഷങ്ങളായപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് രോഗമല്ല, ഇത് ആളുകളാകുന്ന ചെയ്തുദോഷമാണ്, അത് ഹൈറേഞ്ചല്ലേ, നമ്മുടെ ഗ്രാമപ്രദേശമാണ്, ആളുകൾ അയൽക്കാർ കൂടോത്രം ചെയ്താണ്, അങ്ങനെ ചെയ്താണ്, ഇങ്ങനെ ചെയ്താണ് ആളുകളെല്ലാം പറഞ്ഞത് കൊണ്ട് ആ ഒരു വഴിക്ക് അന്ന് ഞാൻ PDC വരെ പഠിക്കുന്ന ആ സമയത്താണ് എൻ്റെ മാതാവും പിതാവും കൂടി അങ്ങനെയുള്ള ആളുകളെ പോയി മനകളിൽ പോയി കാണുകയും മുണ്ടകയത്തെ ഭാരത സാരഥി ക്ഷേത്രത്തിൽ പോയി എൻ്റെ പിതാവ് പോയി 40 ദിവസം ചെമ്മിനകത്ത് ഭജന ഇരിക്കുകയും അങ്ങനെ ആ വഴിക്കുള്ളതാകുന്ന കാര്യങ്ങൾ ചെയ്തു. അത് ചെയ്തിട്ടും സൗഖ്യമുണ്ടായില്ല. പള്ളികളിലെ പ്രാർത്ഥനകൾക്ക് പോയി, ഉരുണ്ടു, ഞങ്ങളെ പിള്ളേരെല്ലാം കൊണ്ടുപോയി അരുവിത്തറ പള്ളിക്കും ഇതര പള്ളികൾക്കൊക്കെ അടിമ വെച്ചു. മതപരമായ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇവൻ ഹിന്ദു ദേവാലയങ്ങളിൽ പോയി അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടയായില്ല. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ച് ഏകദേശം ഒരു 3 വർഷത്തോളം കഴിഞ്ഞു. 3 വർഷത്തോളം കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ എൻ്റെ പിതാവിന്റെ മാതാവുമായിട്ടുള്ള ബന്ധ സഹോദരങ്ങള് വീട്ടിൽ വരികയും ഇയ്യോബിന്റെ പുസ്തകം, വേദപുസ്തകം ഇയ്യോബിന്റെ പുസ്തകം വായിച്ചു കേൾപ്പിക്കുകയും കഷ്ടതകളെ കുറിച്ച് മനസ്സിലാക്കുകയും ആ കഷ്ടതയിൽ നിന്ന് ദൈവം ഇയ്യോബിനെ രക്ഷിച്ച അനുഭവങ്ങളൊക്കെ എൻ്റെ പിതാവിന് എഴുതാനും വായിക്കാനും അറിയത്തില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ
പെന്തക്കോസ്തുകാരായ ചെറുപ്പക്കാരായ 2 ദൈവദാസന്മാർ കടന്നു വന്നു. അതെ. അവർ കടന്നു വന്ന് കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചും രക്ഷയെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും രോഗസൗഖ്യത്തെക്കുറിച്ചും ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന ആത്മീയവും ഭൗതികമാകുന്ന ആ ഒരു സൗഖ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്റെ പിതാവ് വിശ്വസിച്ചു, എന്റെ മാതാവ് വിശ്വസിച്ചു. എന്നിട്ട് മൂത്ത സഹോദരി തൊഴിൽ നുവാൻ കോളേജിൽ പഠിക്കുന്നു, ഇളയാള് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ പഠിക്കുന്നു, ഏറ്റവും ഇളയാള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയമാണ്. വീടിന്റെ ഉത്തരവാദിത്തമൊക്കെ പിതാവിന് വയ്യാത്ത ഞാനും ഏറ്റെടുത്ത് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ദൈവദാസന്മാർ വന്ന് സുവിശേഷകരാണ്. അവര് വന്ന് ദൈവവചനം പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഏകദേശം അവർക്കൊരു വിശ്വാസം ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ വീടിന് താഴെ അവര് ഉപ്പുതോട്ടിൽ ഒരു കൺവെൻഷൻ വെച്ചു, 3 ദിവസത്തെ കൺവെൻഷൻ വെച്ചു. ഇവരൊരു കൺവെൻഷൻ അറ്റൻഡ് ചെയ്ത് ഞാൻ പോയില്ല. അതിനുശേഷമായിട്ട് ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കള് നെടുങ്കണ്ടത്തിൽ, ഇടുക്കി നെടുങ്കണ്ടം, അവിടെ കവന്തി എന്ന പറയുന്ന സ്ഥലത്തൊരു വീടുണ്ട്. അവിടെ ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ എന്റെ പിതാവിനെയും മാതാവിനെയും അവർ ക്ഷണിച്ചു, നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് സൗഖ്യം നൽകും, യേശു ക്രിസ്തു നിങ്ങൾക്ക് സൗഖ്യം നൽകും, നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞതാകുന്ന ആ ഒരു വാക്കുകളെ വിശ്വസിച്ച് അവര് 2 പേരും കൂടി ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി, വീട്ടിൽ നിന്ന് പോയി 5ാമത്തെ ദിവസം അവര് ഞായറാഴ്ച വീട്ടിൽ നിന്ന് പോയി, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ച രാവിലെ ഉള്ളതാകുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇവർ ഉപവാസിരിക്കുന്ന 4-5 പേര് ഒരു വീട്ടിൽ ഉപവാസിരിക്കുന്ന ദൈവദാസന്മാരുമുണ്ട്. അങ്ങനെ ഉപവാസിരിക്കുന്ന ഒരു 10ഓളം പേരുണ്ട്. അങ്ങനെ ഒരു ഉപവാസിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലത്തെ പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുക്കമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ 5 പേര് ദാസന്മാരൊന്നുമില്ല. അവരങ്ങനെ 5 പേരുന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടി. ആ പാട്ട് പാടിയ സമയത്ത് എന്റെ പിതാവിന് പെട്ടെന്ന് ഹൃദയത്തിൽ തോന്നി കൈയടിക്കണമെന്ന് തോന്നി. അപ്പൊ കൈ പൊങ്ങത്തില്ല. അപ്പൊ കൈയടിക്കണമെന്ന് തോന്നി. ആ കൈയടിക്കാൻ തോന്നിയപ്പോൾ കൈ എടുത്ത് അടിച്ചപ്പോൾ കൈ എന്ത് ചെയ്തു? കൈ അടിച്ചു, കൈ പൊങ്ങി. അങ്ങനെ 3.5 വർഷം തളർന്നു കിടന്ന കയ്യ് ആ ഉപവാസ പ്രാർത്ഥനയുടേതാകുന്ന മധ്യത്തിൽ കയ്യ് പൂർണ്ണമായ സൗഖ്യം നൽകി ദൈവം സൗഖ്യം കൊടുത്തു. അങ്ങനെയാണ് പിതാവിന് സൗഖ്യമുണ്ടായി. പിറ്റേ ദിവസം തന്നെ ആ വെള്ളിയാഴ്ച തന്നെ അദ്ദേഹം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, അന്യഭാഷകൾ സംസാരിച്ചു. അവര് ആ സൗഖ്യം പ്രാപിച്ച് വളരെ സന്തോഷത്തോടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു, 3.5 വർഷം കൈ തളർന്നു കിടന്നതല്ലേ, ഇപ്പൊ പൊങ്ങിയിട്ടുണ്ട്, 1 വർഷം ഞാൻ നോക്കാം. അതാ, ഈ കൈ വീണ്ടും താഴ്ന്നു പോകുന്നില്ല, രോഗം ബാധിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഞാൻ അതുകൂട്ട് സ്വഭാവഗതിക്കാരനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ധാരാളം പൈസ ചെലവഴിച്ചു. ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതയുള്ളവരായി മാറി. അങ്ങനെ വളരെ പ്രയാസത്തിൽ സഹോദരിമാര് പഠിക്കുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു പോകുന്ന സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിന്റെ പരിപാടിക്കില്ല, ബന്ധുക്കോസിലേക്കും ഞാനില്ല. കൈ പൊങ്ങിയാൽ വീണ്ടും ഇത് കൈ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഞാന് അവിടെ ഉപ്പുതൊട്ടിന്റെ കൺവെൻഷൻ വെച്ചപ്പോൾ ഞാൻ ആ കൺവെൻഷന് പോയി. ഒരു ദിവസം പോയി കൺവെൻഷൻ കൂടി സഹകരിച്ചു. അന്ന് ഞാൻ തയ്യൽ പഠിക്കുന്നുണ്ട്, ഒരു ചിട്ടിയുണ്ട്. ഞാൻ ഞായറാഴ്ച രാവിലെ തയ്യൽ സ്ഥാപനം തുറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പാസ്റ്റർ എന്റെ സ്നേഹിതം പറഞ്ഞു, ഇന്നവിടെ ആരാധനയുണ്ട്, അത് കണ്ട് കൂടിയിട്ട് പോകാം. അപ്പൊ ഞാനെന്തായാലും വേണ്ടി ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, ഇവരോട് പോവുകയും ചെയ്തു. എന്നാൽ ഇവരെന്നാ കാണിക്കുന്നതെന്ന് അറിയാമെന്നോർത്ത് ഞാൻ അവിടെ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർക്ക് ലോഡ് സൂപ്പർ ഉണ്ട്, കർത്തൃമേശയുണ്ട്. ഉപവാസന്മാർ എന്തൊക്കെയാ ചെയ്യുന്നത്, പള്ളിയിലെ പോലെയാണോ, ഇവരെങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്, ഇവരെന്താണ് പ്രസംഗിക്കുന്നത്, ഇതെല്ലാം ഞാൻ വളരെ ശ്രദ്ധിച്ച് എല്ലാം കേട്ടിരുന്ന് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുന്നേൽക്കത്തില്ല. ദൈവാത്മാവ് എന്നെ സ്പർശിച്ചു. ഞാൻ ഭാവിയാണെന്ന് എൻ്റെ ഉള്ളിൽ ബോധ്യം വന്നു. ഞാൻ വലിയ വായിൽ നിലവിളിച്ച് ഞാൻ കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. അങ്ങനെയാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വരുന്നത്. അതെ. പിന്നീട് ഒരു സുവിശേഷകനാകണം എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായത്? എന്താണ് കാരണം? സുവിശേഷകനാകണം എന്നുള്ളതാണ് ആഗ്രഹം ഉണ്ടായത്. ഞാന് പെന്തക്കോസ്തിൽ അങ്ങനെ 90-ൽ ഒക്ടോബറിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഒക്ടോബർ ലാസ്റ്റ് 91 ജനുവരി 26-ാം തീയതി അന്ന് ഞാൻ ന്യൂ ഇന്ത്യ ചസോകോടിലാണ്, പാസ് തമ്പിച്ചായന്റെ ന്യൂ ഇന്ത്യ ചസോകോടിലാണ് രക്ഷിക്കപ്പെട്ട് വന്നത്. ഞാൻ 91 ജനുവരി 26 ഞാനും എന്റെ പിതാവ് ഒരുമിച്ചാണ് പോയി സ്നാനപ്പെടുന്നത്. ചിങ്ങവർത്ത കൺവെൻഷനിൽ സ്നാനപ്പെട്ടു. അവിടെ നിന്നും ഞാന് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ മെസ്സേജുകളൊക്കെ കേട്ടു. തിരിച്ച് വീട്ടിൽ വന്ന് അവര് പ്രസംഗിച്ച പോലെയൊക്കെ ഞാൻ പ്രസംഗിച്ചു നോക്കി. അന്ന് ഞാൻ PDC കൊണ്ട് നടത്തി എന്റെ വിദ്യാഭ്യാസം നടത്തിപ്പോയി. ഞാൻ എന്നിട്ട് എന്റെ ആ എളിയ ബുദ്ധിയിൽ സായിപ്പ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാലും ആ ഒരു മലയുടെ മണ്ടയ്ക്ക് കയറി നിന്നുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിച്ചു നോക്കി. എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പെങ്ങന്മാരുടെ
റെക്കോർഡ് ബുക്കൊക്കെ എഴുതി എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഞാൻ സൂക്ഷിച്ചിരുന്നു. എങ്കിൽ പോലും കുറച്ച് 1 വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ സുവിശേഷ വേല ചെയ്യണം, മീൻസ് നശിച്ചു പോകുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു ആത്മഭാരം പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നൽകി. എന്നാൽ അതേസമയം അനേക ദൈവദാസന്മാർ എന്നോട് പ്രവചന ആത്മാവില് കർത്താവിന്റെ വേലയ്ക്കായി കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ഞാനത് അംഗീകരിച്ചില്ല. എന്റെ സ്വഭാവത്തിന് ഞാനത് അംഗീകരിക്കുന്ന സ്വഭാവം അന്നും എനിക്ക് കുറവാണ്, ഇന്നും വളരെ കുറവാണ്. എന്നാൽ ഞാൻ ഒരു രാത്രിയിൽ വീട്ടിലിരുന്ന് തനിയുള്ള സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു സ്പർശനം എന്റെ മേലുണ്ടായി. ഞാന് പരിശുദ്ധാത്മാവ് എന്റെ മേൽ ശക്തിയോടെ വന്ന് ഞാൻ അബോധാവസ്ഥയിൽ ഒരു ദൈവിക ദർശനം കണ്ട് ഞാൻ അബോധാവസ്ഥയിലായിപ്പോയി. 3 മണിക്കൂറോളം ഞാൻ ആ ഒരു ആത്മസാന്നിധ്യത്തിന്റെ മറവിൽ നിശ്ചലനായിട്ട് അബോധാവസ്ഥയിൽ 3 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച കർത്താവെ, ഞാൻ അങ്ങയുടെ വേലയ്ക്ക് പോയിക്കൊള്ളാം, കർത്താവിന്റെ ഹിതം ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് ദൈവത്തിനെ ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിനെ സമർപ്പണത്തോടെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അതിനുശേഷം പാസ്റ്റർ ആദ്യമായിട്ട് എവിടെയാണ് ബൈബിൾ കോളേജിൽ പോയി? GFL ആണ്. അതെ, GFL ആണ് പോയത്. GFL ബിലീവേഴ്സ് ചർച്ചിൽ എത്ര വർഷം പ്രവർത്തിച്ചു? ഞാൻ ബിലീവേഴ്സ് ചർച്ചിൽ 93 മുതൽ 96 വരെ പഠിച്ചു. 96 മുതൽ 2016 മാർച്ച് 30 വരെ, ഏകദേശം 19 വർഷം പൂർണ്ണമായിട്ടും ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരു പാസ്റ്ററായിട്ട് പട്ടക്കാരനായിട്ട്. ഇപ്പൊ ഏത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇപ്പൊ ഞാൻ ഗ്രേസ്ഫുൾ ഫെലോഷിപ്പ് ചർച്ച് എന്നുള്ളതാകുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഭയോട് ചേർന്നാണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. പാസ്റ്ററുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് പറയാം, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്. ഈ പാസ്റ്ററുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് പാസ്റ്റർ ബിലീവേഴ്സ് ചർച്ചിലെ പാസ്റ്ററായിട്ടും വൈദികനായിട്ടും ശുശ്രൂഷ ചെയ്തു. ഇടുക്കിയിലെ മുരിക്കാശ്ശേരിക്കടുത്ത് 16 കണ്ടം എന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അദ്ദേഹം ബിലീവേഴ്സ് ചർച്ചിന്റെ ചർച്ചും പണിയിപ്പിച്ചു. എന്നാൽ ദൈവഹിത പ്രകാരം കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ബിലീവേഴ്സ് ചർച്ച് ഇവിടെയുള്ള സഭകളെല്ലാം വിറ്റ കൂടുതൽ അതും വിറ്റു. അങ്ങനെ ആ സഭ ഇപ്പോൾ പാസ്റ്റർ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം വാങ്ങിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ തന്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം, താൻ പണിത ചർച്ചിൽ അത് അന്യാധീനപ്പെട്ട് ആളുകളില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ മേടിക്കാനും സാധിച്ചു. ആ അനുഭവം ഒന്ന് പറയാമോ? ബിലീവേഴ്സ് ചർച്ചിന്റെ കെട്ടിടത്തിൽ നിന്ന് 2016 ഞാൻ റിസൈൻ ചെയ്തു പോയി. അവിടെ നിന്ന് ഞാനൊരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയി തോപ്രാങ്കുഴി എന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നല്ലൊരു ഞാൻ പ്രവർത്തിച്ചു പോരുന്ന ചർച്ചിന്റെ ഭാഗമായിട്ട് സെമിത്തേരിയും പള്ളി പണിയാൻ വേണ്ടി 1 ഏക്കർ സ്ഥലവും വാങ്ങി. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയമെല്ലാം ദൈവം പ്രാർത്ഥന കിട്ടി. ഞാൻ 2 സെന്റ് സ്ഥലമാണ് സെമിത്തേരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. 5 സെന്റ് സ്ഥലം വാങ്ങാൻ ദൈവം സഹായിച്ചു. ഒരു പള്ളി വെക്കാൻ ഒരു 30 സെന്റ് സ്ഥലങ്ങളും വേണമെന്നുള്ള ചിന്തയോടെ പ്രാർത്ഥിച്ചു. 30 സെന്റ് സ്ഥലത്തിന് പള്ളിക്ക് പണിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ 52 സെന്റ് സ്ഥലം, പട്ടയുള്ള 52 സെന്റ് സ്ഥലം ചർച്ച് പണിയാൻ വേണ്ടി വാങ്ങാനായിട്ട് ഇടയായി. അങ്ങനെ അവിടെ റെന്റൽ ബിൽഡിങ്ങിനകത്ത് ആരാധന നടത്തി പോരുന്ന സമയത്ത് 2018 പ്രളയമുണ്ടായ സമയത്ത് 16 കണ്ടം ബിലീവേഴ്സ് ചർച്ചിന്റെ കെട്ടിടം അത് ഷീറ്റ് വെച്ചതായിരുന്നു. ആ കെട്ടിടത്തിന്റെ 10-12 ഷീറ്റ് വലിയ കാറ്റെടുത്ത് കളയുകയും ആ കെട്ടിടം പിന്നത്തേതിൽ പൂട്ടിയിടപ്പെട്ട് അതിനകത്ത് മുഴുവൻ, അപ്പൊ 2018 മുതൽ ഉള്ളതാകുന്ന 4 വർഷക്കാലം ഉള്ള മഴ മുഴുവൻ നനഞ്ഞ് അത് പുല്ല് കയറി കാട് കയറി നാമാശേഷമായി ആരാധനയില്ലാതെ കിടന്നൊരു ബിൽഡിംഗ് ആയിരുന്നു. അവരത് ആരാധനകളില്ലാത്തതാർന്ന കെട്ടിടങ്ങൾ വിൽക്കുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് വിളിക്കുകയും പറയുകയും ഞാൻ പോകുന്നുവെങ്കിലും അവരുടെ ലീഡർഷിപ്പുകാരുടെ എനിക്ക് ചെറിയ ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ വഴിക്ക് അവര് ഈ കെട്ടിടം വിൽക്കുകയാണെന്ന് പലരും വഴിയായിട്ട് വിൽറ്റു. എന്നാൽ 1-2 വട്ടം ആളുകൾ അഡ്വാൻസ് വാങ്ങിയിട്ട് അത് തിരിച്ച് മടക്കി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ വീണ്ടും കട്ടപ്പനയുള്ളതാകുന്ന നേതൃത്വം ഞങ്ങളുടെ നേതൃത്വമായിട്ട് ബന്ധപ്പെടുകയും ഈ സ്ഥലം വാങ്ങുവാൻ അവർ വിൽക്കുകയാണ്, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അവർ സാധാരണ ബിലീവേഴ്സ് ചർച്ചിന്റെ കെട്ടിടങ്ങളൊന്നും തന്നെ ആ സമയം വരെ ആരാധനകൾക്കായിട്ട് കൊടുത്തിരുന്നില്ല. ആരാധനാലയമായിട്ട് പണികഴിപ്പിച്ച കെട്ടിടങ്ങളൊക്കെ അവർ വീടുകളായിട്ടും കടകളായിട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയാല് അങ്ങനെ ആരാധനാലയത്തിനായിട്ട് അവര് നൽകി. ഞാൻ പ്രവർത്തിച്ച് ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ നേതൃത്വം, അതിന്റെ ലീഡർഷിപ്പ് പാസ്റ്റർ എം കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം ബാംഗ്ലൂരാണ്. സാറ് ആ സ്ഥലം വാങ്ങുകയും ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട്, 3 വർഷമായത് വാങ്ങിയിട്ട് 2.5 വർഷമായിട്ട് ഞാന് 2008 പണിയിച്ചതാകുന്ന ആ കെട്ടിടത്തിനകത്ത് 2007 പണിയിച്ച ആ ബിൽഡിങ്ങിനകത്ത് ഇപ്പൊ ഞാൻ താമസിച്ച് കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് പാസ്റ്ററുടെ ഭാവി പരിപാടികളൊക്കെ? എന്താണ് ഞാൻ ഇപ്പോൾ ചെയ്തു പോരുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത്? പേഴ്സണൽ എവാഞ്ചലിസം, അതോടൊപ്പം തന്നെ
പരസ്യം നടത്തുക, ചർച്ച് മിനിസ്ട്രി ഉണ്ട്. ചർച്ചിനകത്ത് എല്ലാ തിങ്കളാഴ്ചയും സിലബസ് ഓറിയന്റഡ് ആയിട്ടൊരു ബൈബിൾ സ്കൂൾ ഉണ്ട്. അത് ഹോളി തിയോളജിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. അതുപോലെ നെടുങ്കണ്ടത്ത് ഞങ്ങൾക്ക് ഒരു ഈവനിങ് ബൈബിൾ കോളേജ് ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും 16ാമത്തെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. അപ്പോഴങ്ങനെ ബൈബിൾ കോളേജിൽ ആളുകളെ പഠിപ്പിച്ച് സുശേഷ വേലയ്ക്ക് വേണ്ടി സജ്ജമാക്കി വിടുക. അതുപോലെ സഭകൾ സ്ഥാപിക്കുക, പരസ്യങ്ങൾ നടത്തുക, ട്രാക്ട് കൊടുക്കുക. അതുപോലെ ട്രാക്റ്റുകൾ എഴുതിയിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കർത്താവ് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഓക്കെ, എന്തായാലും പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.